ഇന്ത്യൻ വാഹന വിപണിയിൽ തന്നെ ക്ലച്ച് പിടിക്കാതെ പോയൊരു വാഹന കമ്പനിയാണ് സിട്രോൺ. അവർ ഇതുവരെ പുറത്തിറക്കിയ മോഡലുകളൊന്നും കാര്യമായ രീതിയിൽ വിൽപ്പനയില്ലെങ്കിലും മുന്നോട്ട് തന്നെ തളരാതെ പോകുമ്പോൾ പുതിയ പുതിയ തന്ത്രങ്ങൾ കൊണ്ടുവന്ന് ജനമനസ്സുകളെ കീഴടക്കാൻ ശ്രമിക്കുകയാണിവർ. അടുത്തിടെ മിഡ് സൈസ് SUV സെഗ്മെൻറ്റിൽ അവതരിപ്പിച്ച സിട്രോൺ C3 എയർക്രോസ് കൂട്ടത്തിലെ മികച്ചവനെന്ന് പേര് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു മോഡലിനെ കൂടി അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾ. ഇന്ത്യക്കാർക്ക് പരിചിതമല്ലാത്ത ഒരു കൂപ്പെ സ്റ്റൈലിഷുമായിട്ടാണ് ഈ പുത്തൻ വാഹനത്തിൻ്റെ വരവ്. നമുക്ക് ആ വാഹനം ഏതാണെന്ന് നോക്കാം. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഇവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസാൾട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്റ്റൈലൻ വണ്ടി ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും മോഹിപ്പിച്ചേക്കാം. ടാറ്റ മോട്ടോഴ്സിൻ്റെ കർവിനുള്ള പണിയായിട്ടാണ് സിട്രോൺ ഇതിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇലക്ട്രിക്, പെട്രോൾ, ഡീസൽ എന്നീ ഭാഗഭേദങ്ങളിൽ വരുന്ന കർവിൻ്റെ അവതരണത്തിന് മുമ്പ് തൻ്റെ ശത്രുവിനെ എത്തിക്കാനാണ് സിട്രോൺ തയ്യാറെടുക്കുന്നത്. C3, EC3 ഹാച്ച് ബാക്കുകൾക്കും C3 എയർക്രോസ് SUVക്കും പിന്നാലെ ക്യൂബ്ഡ് പ്രോഗ്രാമിന് കീഴിലുള്ള കമ്പനിയുടെ 4ാമത്തെ മോഡലായ ബസാൾട്ട് കൂപ്പെ SUV എന്തായാലും വലിയ പ്രകടനം ഉണ്ടാക്കാൻ പ്രാപ്തമാണെന്നാണ് ആദ്യ വിലയിരുത്തലുകൾ. ഈ വർഷം 2ാം പകുതിയിൽ ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്താനിരിക്കുന്ന ബസാൾട്ടിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനാണ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്നത്. കോൺസെപ്റ്റ് പതിപ്പിലാണ് അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നതെങ്കിലും പ്രൊഡക്ഷൻ പതിപ്പും ഏതാണ്ട് സമാനമായിരിക്കും. ഇന്ത്യയിൽ തന്നെ ബസാൾട്ട് പ്രാദേശികമായി നിർമ്മിക്കാനാണ് പ്ലാൻ. മാത്രമല്ല ദക്ഷിണ അമേരിക്കൻ വിപണികളിലേക്കും ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഡിസൈൻ അനുസരിച്ച് ഉയർന്ന റൈഡിംഗ് സ്റ്റാൻഡുള്ള ഒരു സെഡാൻ പോലെ തോന്നിക്കുന്ന സവിശേഷമായ നോച്ച് ബാക്ക് ഡിസൈനാണ് ഇതിൻ്റെ സവിശേഷത. എന്നാൽ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ C3 എയർക്രോസിന് സമാനമായും ഇത് നമുക്ക് തോന്നിയേക്കാം. പുതുതായി രൂപകൽപ്പന ചെയ്ത LED ഹെഡ്ലാമ്പുകൾ, പുതിയ അലോയ് വീലുകൾ, ചങ്കി വീൽ ആർച്ചുകൾ, ഡ്യുവൽ ടോൺ എക്സ്റ്റീരിയർ ഹ്യൂ എന്നിവയെല്ലാം അതിമനോഹരമാണ്. ഗൺ മെറ്റൽ ഫിനിഷുള്ള സ്റ്റൈലിഷ് അലോയ് വീലുകളാണ് ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. ഇതിൽ വിരസത ഉണ്ടാക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഫുൾ ടൈപ്പ് ഡോർ ഹാൻഡിലുകൾ വരുന്നത് മൂലം ചിലർക്കൊക്കെ അതൊരു വിരസത ഉണ്ടായേക്കാം. എങ്കിലും മൊത്തത്തിലുള്ള ലുക്ക് കിടിലമാണെന്ന് പറയാതെ വയ്യ. പിൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ LED ടെയിൽ ലാമ്പുകൾ, സിൽവർ ഫോക്സ് പ്ലേറ്റുകൾ, സെൻട്രലിൽ ഒരു വലിയ സിട്രോൺ ലോഗോ എന്നിവയാണ് ബസാൾട്ടിനെ സ്റ്റൈലാക്കുന്നത്. ബസാൾട്ടിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് C3 എയർക്രോസിന് സമാനമായിരിക്കും. അതായത് നീളം എന്ന് പറയുന്നത് 4.3 മീറ്റർ ആയിരിക്കുമെന്നാണ് സാരം. ജാക്കബ് പ്രൈഡ് ഹൈറ്റും കൂപ്പെ പോലെയുള്ള റൂഫ് ലൈനും കൂടിയാകുമ്പോൾ മൊത്തത്തിൽ കാണാൻ ഒരു ഭംഗിയുണ്ടെന്ന് പറയാം. അകത്ത് ബസാൾട്ട് കൂപ്പയ്ക്ക് വയർലെസ് കണക്ടിവിറ്റി, ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ, കീലെസ് എൻട്രി, വയർലെസ് ചാർജിംഗ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ക്രൂയിസ് കൺട്രോൾ എന്നിവയെല്ലാം ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വലിയ ഇൻഫോടൈൻമെൻറ്റ് സ്ക്രീനും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സേഫ്റ്റി ഫീച്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡായി തന്നെ 6 എയർ ബാഗുകൾ, റിയർ പാർക്കിംഗ് സെൻസറിംഗ് ക്യാമറ, ഫിക്സ് ചൈൽഡ് മൗണ്ട്, TPMS അഥവാ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവ പോലുള്ള മോഡേൺ സംഗതികളാൽ ബസാൾട്ട് സമ്പന്നമായിരിക്കും. ബസാൾട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും C3 എയർക്രോസിന് വരുന്ന അതേ എഞ്ചിൻ തന്നെയായിരിക്കും ഇതിൽ വരിക എന്നാണ് നിഗമനം. 5500 RPMൽ 108 bhp പവറും 1750 RPMൽ 205 Nm ടോർക്കും വരെയും നൽകാൻ കഴിവുള്ള 1.2 ലിറ്റർ 3 സിലിണ്ടർ ടർബോ ചാർജഡ് എഞ്ചിനാവും ഇതിൽ വരാൻ പോകുന്നതാണ് സാരം. അല്ലെങ്കിൽ ടോർക്ക് കൺവെർട്ടർ, ഓട്ടോമാറ്റിക് എന്നിവയായിരിക്കും ട്രാൻസ്മിഷൻ ഓപ്ഷനുകളിൽ വാഗ്ദാനം ചെയ്യുക. എന്തായാലും ഈ വർഷം അവസാനത്തോടുകൂടി എത്തുന്നതിന് മുമ്പ് തന്നെ കൂടുതൽ വിവരങ്ങൾ ബസാൾട്ടിനെ കുറിച്ച് പുറത്തു കൊണ്ടുവരുമെന്നാണ് സിട്രോൺ പറയുന്നത്. അടുത്ത വർഷം ജനുവരിയിലോ ഫെബ്രുവരിയിലോ ബസാൾട്ട് ഇലക്ട്രിക് പതിപ്പ് പുറത്തിറങ്ങും. വില നോക്കിയാൽ ഏകദേശം 8 ലക്ഷം രൂപ മുതൽ പ്രതീക്ഷിക്കാം. ഇനി വരാൻ പോകുന്ന ടാറ്റയുടെ കർവിന് ഒത്ത എതിരാളിയായിരിക്കും ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കൾ പുറത്തിറക്കുന്ന ബസാൾട്ട് എന്നതിൽ ഒരു സംശയം വേണ്ട. ഏവർക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.